அந்த பையனை பார்த்தா விஜயന്റെ അണ്ണനാന്ന് തോന്നേ ഇല്ല. അണ്ണൻ എന്നതോ പോട്ടെ, കുടുംബക്കാരനാണെന്ന് പോലും തോന്നില്ല. അല്ല, ഒന്നോർത്താൽ അത്ഭുതമില്ല. നിന്നെ കണ്ട എന്റെ ഭാര്യയാണെന്ന് ആരെങ്കിലും പറയൂ? എന്നാ ഞാൻ ഓഫീസിൽ പോവാ. നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്കാനല്ല ഞാൻ ഇവിടം വരെ വന്നത്. ഞാനും നിന്റെ കൂടെ വരിക. എന്തിന്? എനിക്ക് ഈ സിറ്റിയൊക്കെ ഒന്ന് കാണണം. കൂട്ടത്തിൽ നിന്റെ മുതലാളിയെ കണ്ട് എന്റെ ജോലിക്കാരും കൂടി ഒന്ന് സംസാരിക്കണം. എന്തേ? അതൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പ പറ്റും? അതെ, MD-യുടെ മൂഡ് നോക്കി വേണം പറയാൻ. അതെന്തിനാ MD-യുടെ മൂഡ് നോക്കി പറയുന്നത്? മുഖത്ത് നോക്കി പറഞ്ഞ പറ്റില്ലേ? ജയ, നീ ഇവിടെ ഇരുന്നാ മതി. ഉച്ചക്കേ ഞാൻ ഇങ്ങ് വരാം കേട്ടോ. കേട്ടില്ല. നീ ഒരു പുല്ലും പറയണ്ടടാ, പുല്ലേ. ജയ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന കരുതിയത്. എന്റെ കയ്യിൽ എവിടെ പൈസ? എനിക്കെന്താ സ്പിരിറ്റ് വെച്ചോളോ? പൈസ പോയിട്ട് അമ്മ നിന്നെ അല്ലടാ ഏൽപ്പിച്ചത്. എങ്കിൽ ഞാൻ പോകുമ്പോ നിനക്കൊരു വാക്ക് പറയാറുന്നില്ലേ? ഏത് വാക്ക് പറയണം? എന്നെ കൊണ്ട് ആ വാക്ക് പറയിപ്പിക്കല്ലേ. എന്താണ് ബിരിയാണി? ബിരിയാണിയാ? എന്റെ കയ്യിൽ കാശുണ്ടെന്ന് കരുതിയെന്നല്ലേ നീ പറഞ്ഞത്? അതെ. പിന്നെന്തിനാടാ നീ 2 പാക്കറ്റ് വാങ്ങിച്ചത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. ഒരു നേരം പട്ടിണി കിടക്കുന്ന നല്ലതാ. നിൽക്കണ അവിടെ. എനിക്കറിയാം നിനക്ക് അസൂയാടാ. ഞാൻ നന്നാവുന്നത് കാണുന്നതിലുള്ള അസൂയ. എന്നെ ഇങ്ങനെ ഡെയിലി പട്ടിണിക്കിട്ട് ഫിസിക്കലായിട്ട് എന്നെ തോൽപ്പിക്കാന്നായിരിക്കും നിന്റെ വിചാരമല്ലേ? നടക്കില്ലടാ. നീ കൈയെടുക്ക. നിന്നെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചൊന്നുമല്ലോ. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാക്കി നാട്ടിൽ പോയിക്കോ. കൈ ചൂണ്ടാടാ. നാട്ടിൽ പോവാൻ മനസ്സിലടാ. ഞാൻ ഈ സിറ്റിയിലൊന്ന് അടിച്ച് പൊളിക്കാൻ പോവാടാ. ഇതൊരു കുരിശായല്ലോ. കുരിശ് നിന്റെ കഴുത്തിൽ തന്നെ കെട്ടി തൂക്കിക്കോ. നീ എന്റെ കാര്യം MD-യോട് സംസാരിച്ചോ? ഇല്ല. എനിക്കറിയാം നീ സംസാരിക്കില്ല. നിന്റെ കമ്പനിയിൽ എന്നെ അപ്പോയിന്റ് ചെയ്താൽ നിന്നെ ഓവർടേക്ക് ചെയ്ത് ഞാൻ നിന്റെ MD ആവുന്നുള്ള പേടിയില്ലടാ നിനക്ക്. നീ മരത്തിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണൂടാ. ഒന്നുമില്ലെങ്കിലും നിന്നെക്കാൾ 3.5 മിനിറ്റ് മൂത്ത ഇരട്ടയല്ലേടാ ഞാൻ. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. തിന്ന്. കുറച്ചു നേരങ്ങളിൽ വായടക്കല്ലോ. വായടപ്പിക്കാൻ നീ വായില്ല കുന്നിലപ്പനോ? ബിരിയാണി നടന്നടാ? ഹോട്ടലിൽ നിന്നാണാ? അല്ല, നിന്റെ അമ്മായിയമ്മ തന്നയച്ചത്. ഓഹോ, നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പൊ എന്താ ബിരിയാണി കച്ചവടമാണോ? എന്തിനാണ് വാങ്ങിച്ചത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. വേണമെങ്കിൽ തിന്ന്. അങ്ങനെ ഇപ്പൊ വേണ്ട, നീ തന്നെ കഴിച്ചോ. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വയറ് കേടാക്കാൻ എന്നെ കിട്ടില്ല. ആ പരട്ട നായര് വരുന്നുണ്ട്. നായയുടെ ജന്മമാ. ആ നായ്ക്ക് ഞാനിന്ന് കാണിച്ചു. അയാളെ കാണണ്ട. നീ ഇതെടുത്ത് അങ്ങോട്ട് മാറി നിന്നു. ഞാനിപ്പോ വരാം. വരണോന്നില്ല. സുഖുവേട്ടനോ? എന്താ? അല്ല, ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്താ ചേട്ടാ ഇവിടെയൊക്കെ ഒരു മണം? എന്ത് മണം? ഇറച്ചിയുടെ മണം പോലുണ്ട്. ചേച്ചി കാണാതെ ചേട്ടൻ ഇന്ന് കോഴി പൊരിച്ചോ? ഇവിടെ നല്ല മണം വന്നു. അല്ല, ഞാൻ വിചാരിച്ചു മറ്റോണില്ലേ. അയ്യോ ചേട്ടാ, ഞാൻ കഴിക്കാറില്ല. സത്യമായിട്ടില്ല. അതല്ല, ചേട്ടൻ ജയകൃഷ്ണൻ. ഓ, അവൻ ബാത്റൂമിലാ. എന്നാ പിന്നെ ചേട്ടൻ ചെല്ലേ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ബാഡ് നൈറ്റ്. അയാള് പോയി. വാതിൽ തുറക്ക്. ജയ, എന്റെ ബിരിയാണി എവിടെ? നിന്റെ ബിരിയാണി? ബിരിയാണിയിൽ എന്താ നിന്റെ പേരിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടോ? ഞാൻ കൊണ്ടുവന്ന ബിരിയാണി എവിടെ? അത് ഞാൻ അങ്ങ് തിന്ന്. നീയല്ലേ പറഞ്ഞത് ഒരു നേരം പട്ടിണി കിടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാന്ന്? നീ ഇന്ന് ആരോഗ്യം നന്നാക്ക്. കൈയെടുക്കുന്ന അടിച്ച് അണപ്പലർപ്പിച്ചാ ഞാൻ. കേട്ടാ? അതെ, ഈ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടേ കുറെ ദൂരം ഇങ്ങനെ നടക്കുന്നത് നല്ലതാണാ? ആണാ? പോടാ. അതിനെ പറ്റിയ സ്റ്റേഡിയം വല്ലതും ഉണ്ട് ഇവിടെ. നാളെ മുതൽ എനിക്കത് വേണ്ടി വരും. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഈ വിശപ്പുള്ളതുകൊണ്ട് നല്ല ഉറക്കം കിട്ടും. ഓക്കെ, ബൈ ബൈ. നാട്ടുകാർ കൊള്ളാം. എക്സർസൈസിനെ കുറിച്ച് ബോധം. ഇത്ര സ്പീഡിലല്ല ജോഗിങ് നടത്തുന്നത്. ജോഗിങ്ങാ? അങ്ങോട്ട് നോക്കണോ?
നിനക്ക് ഭക്ഷണത്തിനുള്ള കാശ് ഇതോടൊപ്പം വെക്കുന്നു. നിന്റെ ഇഷ്ടാനുസരണം വയറ് നിറച്ച് കഴിക്കും. വയറ് നിറച്ച് തന്നെ കഴിക്കും. 20 രൂപയ്ക്ക് 2 ബോണ്ട പോലും കിട്ടില്ല 20 രൂപയ്ക്ക്. എന്റെ ജയകൃഷ്ണ, നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ മുത്തപ്പന് നടന്ന വഴിപാടാ ഇതില്. സമയം കിട്ടുമ്പോ നീ ഇത് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കണേ. എന്റെ മുത്തപ്പ എന്നോട് ക്ഷമിക്കണേ, വിശന്നിട്ടാണേ. എന്താ ഇവിടെ പതിവില്ലാതെ? ഓട്ടവും ചാട്ടവും ഇല്ലേ? അതൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. എന്താ? അല്ല, ഒരു പാട്ട് കേട്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ കേട്ടിട്ടില്ല അല്ലേ? എന്റെ പാട്ട് ശരി. പോവാ. ഇത് ഗായത്രി, എന്റെ മകൾ, അറിയില്ലേ? വാ വാ പോ. നാട്ടിലായിരിക്കുമ്പോഴും ഞാനിങ്ങനെ പതിവായിട്ട് അമ്പലത്തിൽ പോകാറുണ്ടേ. പിന്നെ എങ്ങനെയുണ്ട് പാചകമൊക്കെ? പാചകം വിജയൻ പറഞ്ഞു ജയേഷ് നല്ല പാചകക്കാരനാണെന്ന്. അത് പിന്നെ അവനാ എനിക്ക് കുറച്ചൊക്കെ പഠിപ്പിച്ചു തന്നത് ഈ പാചകേ. ആ, ഒരു ദിവസം നമുക്ക് കൂടാം. എനിക്കും അറിയാൻ ചില പൊടിക്കൈകളൊക്കെ. ഓ, പാചകോ വിജയ, നീ എനിക്കിട്ട് പാര വയ്ക്കുകയാണല്ലേ. ഈ കിഴവന്റെ 40-ാം നമ്പർ വീട് ഇയാൾ മറന്നോ? ഒത്തിരി നാളായല്ലോ തന്നെ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? അല്ല, അത് പിന്നെ ഈ ജോലി തിരക്കും പ്രശ്നങ്ങളും കാരണം. ഇയാള് കിടന്ന് തത്തി കളിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. സാർ, എന്തെങ്കിലും പ്രശ്നങ്ങൾ? പ്രശ്നങ്ങളോ? എന്തു പ്രശ്നങ്ങള്? വളച്ചേട്ടില്ല, അതൊക്കെ കാര്യം പറയടോ. അല്ല, ആ കുട്ടിയെക്കുറിച്ചാണ്. അന്ന് ഞാനിവിടെ ഏൽപ്പിച്ചു പോയ ശേഷം പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. സാർ എന്നോട് ക്ഷമിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മാവ് വന്ന് കൊണ്ടുപോയിക്കോളും. അതുവരെ. ഓ, ഇത് പറയാനാണോ ഇയാൾ ഒത്തിരി ബുദ്ധിമുട്ടിയത്? ആ കുട്ടി പാവമാടോ. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വേരുകൾ തേടി പിരിഞ്ഞുപോയ മക്കളെക്കാൾ ഒരു പടി മുന്നിലാ ഈ കുട്ടി ഞങ്ങൾക്ക് തരുന്ന സ്നേഹം. എന്താ, തനിക്ക് അമ്മൂനെ കാണണോ? ഒന്നുമില്ല, വെറുതെ ഇടത്തോട്ട് തിരിഞ്ഞ് മ്യൂസിയം വഴി പോകാമെന്ന് വിചാരിച്ചപ്പോ വലത്തെ വളവിലെ LIC ഓഫീസറല്ലേ, ആ വീട് കണ്ടു. അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതിനടുത്താണല്ലോ മേജർ ആൻഡ്രൂസിന്റെ വീടുന്ന്. അമ്മൂനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. നാട്ടിലെന്തൊക്കെയാ വിശേഷങ്ങൾ? നാട്ടില് വീട്ടിൽ അമ്മയ്ക്ക് സുഖം, മുത്തശ്ശിക്ക് സുഖം, പിന്നെ എല്ലാവർക്കും സുഖം. പിന്നെ ഏട്ടനാണെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹം. ഒടുവിൽ സ്നേഹം മൂത്തപ്പോ കക്ഷി പെട്ടിയും കിടക്കെടുത്ത് എന്നോടൊപ്പം ട്രെയിൻ കയറി. എന്തോ ഒരു വല്ലായ്മ? ഒന്നുമില്ല. അമ്മൂന് സുഖം തന്നെയല്ലേ? സുഖാണ്, ഒത്തിരി ഒത്തിരി. അങ്കിളിനും ആന്റിക്കും അമ്മൂന് വളരെ ഇഷ്ടമായി. പാവങ്ങൾ. ഇടയ്ക്കൊക്കെ നേരെ കിട്ടുമ്പോ ഇതുവഴി ഞാൻ വരാം. പോട്ടെ.